കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ഹേർബ് റൈസ് ബെഡ് ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഞാൻ ഒരു റൈസ് ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ സോയിലും കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് ഇത് നമ്മുടെ ഗ്രീൻസ്, നമ്മുടെ സാലഡ് ഇലകൾ നടാനുള്ള, ഫോളിൽ പിടിക്കുന്ന ഇലകൾ നടാനുള്ള ഒരു സംരംഭമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ക്ലീൻ ചെയ്യുക. ഉച്ചിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ എടുത്ത് നീക്കി ഇതിൻ്റെ മുകളിൽ സോയിലും കമ്പോസ്റ്റും ബോം കാസ്റ്റിങ്ങും പെർലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് റെഡിയാക്കിയിട്ട് നമുക്കിതിന് സീഡ് ഗ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സാലഡ് ബെഡ് റെഡിയായി. ഞാനിങ്ങനെ ബ്രെഡ് വെച്ചിട്ട് ഇതേപോലെ കോളംസ് ആക്കി. അപ്പോൾ നമ്മളിങ്ങനെ നീട്ടത്തിലാണിത് നടുന്നത്. അപ്പോൾ ലേബിളൊക്കെ ചെയ്ത് 11 തരം ഫോൾ ടെമ്പറേച്ചറിന് പറ്റിയ സാലഡ് ഗ്രീൻസാണ് നമ്മളിവിടെ നടാൻ പോകുന്നത്. ട്രാൻസ്പ്ലാന്റ്സ് ഒന്നുമില്ല, എല്ലാം സീഡാണ്. വിൽ സീ ഏതൊക്കെ സീഡ് ഈ ടെമ്പറേച്ചറിൽ, ഇപ്പോൾ വെബ്സൈറ്റിൽ കണ്ട പോലെ ഏതൊക്കെ സീഡാണ് ഗ്രോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. പിന്നെ വെള്ളത്തിൻ്റെ ഇതും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല, ഫോളായത് കാരണം വൺസ് ഇൻ എ വൈൽ നനച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ഗ്രീൻസ് നടുവാണ്. അപ്പോൾ ഞാനിതിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടുന്നത് ലെറ്റസിൻ്റെ പല വെറൈറ്റിയാണ്. 3, 4, 5 വെറൈറ്റീസ് ഓഫ് ലെറ്റസ്. ഇപ്പോൾ സക്സഷൻ പ്ലാന്റിംഗ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഇപ്പോൾ ഈ ആഴ്ച ഇപ്പോൾ നടുവാണെങ്കിൽ ഇത് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 ആഴ്ച കഴിയുമ്പോൾ അടുത്ത സെറ്റ് നടും. സോ ദാറ്റ് വിൽ ഹാവ് എ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗ്രീൻസ്. അപ്പോൾ ഇത് ലെറ്റസിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് നട്ട് നോക്കുവാണ്. അപ്പോൾ ഏതൊക്കെയാണ് നല്ലതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറോടെങ്കിൽ നമുക്ക് നന്നായിട്ട് പ്ലാൻ ചെയ്യാം. പിന്നെ അറഗുലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി ഫേവറേറ്റ് ആണ്. പിന്നെ കൊളാൻസ്, എൻഡൈവ്സ് യമ്മി ഗ്രീൻസാണ്. പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ഇവിടുത്തെ സ്വിസ് ചാർഡ് എന്ന് പറഞ്ഞാൽ, പിന്നെ കെയിൽ. അപ്പോൾ ഇങ്ങനത്തെ ഇത്തരം ഗ്രീൻസാണ് നമ്മളിന്ന് നടാൻ പോകുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ ഒരു നോട്ട്സ് ഉണ്ടാക്കി. ഇങ്ങനെ 11 ഗ്രീൻസ് എഴുതി. അതിൻ്റെ ജെർമിനേറ്റ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ വെബ്സൈറ്റ് എത്ര ദിവസമാണ് എന്നുള്ളത് എഴുതി. അപ്പോൾ അതനുസരിച്ച് ഏത് ദിവസം നമ്മൾ വന്ന് മോണിറ്റർ ചെയ്യുമ്പോൾ ജെർമിനേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലെറ്റസ് മിക്സ് 7 ദിവസം കൊണ്ട് ജെർമിനേറ്റ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ നവംബർ 14-ാം തീയതി. അപ്പോൾ ഇന്നിപ്പോൾ നവംബർ 7 അപ്പോൾ നവംബർ 14-ാം തീയതി ആകുമ്പോൾ അത് ജെർമിനേറ്റ് ചെയ്യുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്ത്. ആക്ച്വൽ ജെർമിനേഷൻ കുറവ് ദിവസമോ കൂടുതൽ ദിവസമോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എഴുതും. പിന്നെ ഫുൾ ഹാർവസ്റ്റ് 2 മാസം കഴിയുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കോളം ഉണ്ടാക്കി റെഡിയായി. സോ ഇതൊരു ലേണിംഗ് പ്രോസസ്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 2025 വിൽ ഹാവ് ഗുഡ് നോട്ട്സ് ടു ഫോളോ. അപ്പോൾ നമ്മൾ ലെറ്റസ് മിക്സാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണം ഞാൻ കാണിക്കാം എങ്ങനെയാണ് നടുന്നതെന്ന്. അപ്പോൾ ഇത് നമ്മൾ നീട്ടത്തിലാണ് നടാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊരു ഗ്രൂവ് എടുക്കുക, നീട്ടത്തിലിങ്ങനെ ഒറ്റ കോളത്തിൽ. പിന്നെ അത് എഴുതിയേക്കുന്നത് 6 ഇഞ്ച് ഗ്യാപ്പ് എന്നാണ്. നമ്മളിങ്ങനെ നട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ അത് തിന്നീര് കൊടുക്കാം.
എന്നിട്ട് പിന്നെ ഇങ്ങനെ സീഡ് എടുത്തിട്ട് നമ്മളിങ്ങനെ സീഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് മണ്ണെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കും. സോ അധികം മൂടേണ്ട ആവശ്യമില്ല. എന്നിട്ടിങ്ങനെ ടാപ്പ് ചെയ്യും. സോ ഇങ്ങനെ നമ്മൾ ഓരോ സാലഡും നട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, മണ്ണെടുക്കുക. എന്നിട്ട് അതിന് മുകളിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സീഡൊന്ന് ബറി ചെയ്ത് കൊടുത്താൽ മതിയാവും. ബിക്കോസ് അധികം ഇതിനൊക്കെ ലൈറ്റൊക്കെ വേണം ജോമിനേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അധികം നമ്മൾ ഫ്ലവറിൻ്റെ സീഡ് ഇടുന്ന പോലെ ഹോളൊക്കെ ഇട്ടിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ അങ്ങ് സീഡ് മണ്ണെടുക്കുക, അതിൻ്റെ മുകളിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സോ അതാണ് നമ്മുടെ എൻഡൈവ്. നല്ല യമ്മി ഗ്രീൻസാണ്. ഇനിയിപ്പോൾ ഇത് ഇതൊക്കെ ഉണ്ടായി വരുമ്പോഴത്തേക്കും ഇത് വെച്ചുള്ള സാലഡും ഇത് കാണിച്ചു തരാം. സോ ഇനി നമ്മൾ പിന്നെ പാക്ക് ചെയ്ത് കൊടുക്കും. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോജക്റ്റ്. അപ്പോൾ നമ്മളിന്ന് 11 ഗ്രീൻസ് നട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ വെള്ളം നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ നട്ടതാണ് ഇതൊക്കെ. ഇതെല്ലാം നമ്മുടെ ഗ്രീൻസ് നട്ട് ഞാനിതിനൊക്കെ സേവ് ചെയ്യും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സക്സഷൻ പ്ലാന്റിംഗ് ആണ്. അപ്പോൾ ഒരു ജോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് 3 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ വേറൊരു ബെഡിൽ ഇത് പിന്നെ ഇട്ട് കൊടുക്കും. ഓക്കെ, സോ ഹോപ്പ് യു എൻജോയ്ഡ് വിത്ത് മീ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.